ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ നൂറ ഖൽഖില്ലാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് യാത്ര ചെയ്തപ്പോൾ ഒരു പ്രദേശമെത്തിയപ്പോൾ അവിടെ തമ്പടിക്കുകയും അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉടുമ്പിൻ്റെ മാംസക്കഷണം എടുത്തുകൊണ്ട് വരികയും അതിൻ്റെ തൊട്ടുപുറകിലായി കുറച്ചാൾക്കാർ അവിടെ ഉടുമ്പിനെ വേട്ടയാടിക്കൊണ്ട് അതിൽ ഒരു ജീവനുള്ള ഉടുമ്പ് അവിടെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു ഉടുമ്പിൻ്റെ മാംസക്കഷണം കൊണ്ടുവന്നപ്പോൾ അത് നിരസിച്ചുകൊണ്ട് ഞാൻ അത് കഴിക്കുന്നില്ല. അപ്പോൾ നബിയെ, ഇത് ഹറാമാണോ? അല്ല, എനിക്കിത് ഇഷ്ടമല്ല, ഞാനിപ്പോൾ കഴിക്കുന്നില്ല എന്ന് നിരസിക്കുകയും അങ്ങനെ ആ വേട്ടക്കാരൻ കുറേ ആളുകൾ ആ വേട്ടയാടിപ്പിടിച്ച അല്പം ജീവനുള്ള ആ ഉടുമ്പ് പ്രവാചകനെ കണ്ട്, അല്ലയോ പ്രവാചക, അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ അങ്ങയെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. കാരണം അന്നത്തെ ഹബീബായ തങ്ങളുടെ വിശ്വസിക്കാൻ പറ്റാത്ത ജനതയായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൽ നിന്നും ഒരു ഉടുമ്പിനെ കൊണ്ട് സത്യവിശ്വാസം അവിടെ സമർപ്പിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽപ്പെട്ട ആ കാര്യം, ആ സംഭവം അവിടെ നടക്കുകയാണ്. അങ്ങനെ എല്ലാവരും അമ്പരന്നുകൊണ്ട് ആ ഉടുമ്പിൻ്റെ വാർത്ത കേട്ടുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അത് അള്ളാഹുവിൽ നിന്നും വന്ന നൂറാണ്, അത് മുഅ്ജിസത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദീനിനെ സംരക്ഷിക്കുവാനായി അള്ളാഹുവിൻ്റെ ഹബീബിന് മുഅ്ജിസത്ത് നൽകിക്കൊണ്ട് ഓരോ മുഅ്മിനീങ്ങൾക്കും ആനന്ദം പകർന്നുകൊണ്ടാണ് ഈ ദീനിൽ ഇസ്ലാം കടന്നു വന്നത്. ഓരോ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ആദരവിൻ്റെയും ബഹുമാനം കണക്കിലെടുത്ത് ഓരോ മുഅ്മിനീങ്ങളും ഹൃദയം കൊണ്ട് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സ്നേഹിച്ചുകൊണ്ട് നാളെ ജന്നാത്തുൽ നഈമിൽ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശഫാഅത്തിലൂടെ അള്ളാഹുവിലേക്ക് അവൻ്റെ ലിഖാ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.